ഹായ് നമസ്കാരം. ഓട്ടോഫൈൽ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ പാൽക്കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ വെച്ച് ഒരു ചിക്കൻ കറി. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കൂട്ടു മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ശകലം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അതിന് കുറച്ച് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച സവാളയാണ്. നമ്മളൊരു മീഡിയം സൈസിൽ 3 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിക്കയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു. ഗരം മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മസാലയൊക്കെ മൂത്ത് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. നമ്മൾ ഒന്നാം പാലായിട്ടൊന്നും മാറ്റിയെടുത്തിട്ടില്ല. മൊത്തത്തിൽ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത ഒരു തേങ്ങയുടെ പാലാണ്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ളതായിട്ട് വെള്ളം നമ്മൾ നീട്ടിയെടുക്കാം. നമ്മൾ കുറുകിയ ഗ്രേവി അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറുകിയ ഗ്രേവി അല്ല ഉണ്ടാകുന്നത്. നമ്മൾ നല്ല നീണ്ട ചാറോട് കൂടിയ കറിയാണ്. നമുക്കിനി നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ കുറച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റോളമായി. നമുക്കിനി നമ്മൾ കുരുമുളക് പൊടി ചേർത്തില്ലായിരുന്നു. നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ശകലം ഗരം മസാല എടുത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. ഒരു ശകലം കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.